മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നടത്തുന്ന സ്ഥലം നിയമസഭയാ, റോഡല്ല. മുഖ്യമന്ത്രി മറുപടി പറയും അക്കമിട്ട്. സതീശൻ പറഞ്ഞതിന് അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞതിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയും എന്ന തിരിച്ചറിവിൽ നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ സതീശനാണ് ഇപ്പൊ വലിയ വാക്കിൽ വാചകടിച്ചുകൊണ്ട് നടക്കുന്നത്. വർഗീയത ഏറ്റവും വലിയ വർഗീയ സ്വഭാവമുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാര് കോൺഗ്രസ്സുകാരാണ്. ഇവരെ കുറിച്ച് നമുക്ക് പറഞ്ഞൂടെ? ആരാ രേവന്ത് റെഡ്ഡി? ഇയാൾ എന്നാ കോൺഗ്രസ് ചേർന്ന്? ഈ റെഡ്ഡി എന്നാ കോൺഗ്രസ് ചേർന്ന്? അദ്ദേഹം ഈ അടുത്ത കാലത്ത് കോൺഗ്രസിലെത്തിയ ആളാ. പല പാർട്ടി കൂടി സഞ്ചരിച്ച ഒരാളാ. പല പാർട്ടിയിൽ സഞ്ചരിച്ച അവസാനം കോൺഗ്രസിലെത്തിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂതകാലം എടുത്ത് നോക്കിയാൽ മതി. ഇന്നത്തെ കോൺഗ്രസിന്റെ രൂപം കൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രത്യേകതകളിൽ മുഖ്യമന്ത്രിയായിട്ട് ഭരണം നിർവഹിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്റെ ഭരണ നിർമ്മപടം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ പെൻഷൻ കൊടുക്കണില്ല നേരത്തിന്. അദ്ദേഹം നേരത്തെ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് എന്റെ മൂത്ത സഹോദരൻ എന്നാ, വളരെ അടുത്ത സൗഹൃദം. ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏറ്റവും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുക. ഇത് മലയാളത്തിൽ ഈ എഴുതി കൊടുക്കണ മലയാളം എന്താണെന്നെങ്കിലും മനസ്സിലാക്കാൻ അദ്ദേഹം ആദ്യം നോക്കണ്ടേ? എഴുതി കൊടുക്കണവർ ആലോചിക്കണ്ടേ? ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കുറിച്ച് വേറൊരു സംസ്ഥാന മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിക്കും എവിടെയും പോയിട്ട്? അതുകൊണ്ട് ഈ സംസ്കാരം യഥാർത്ഥ കോൺഗ്രസ് സംസ്കാരമായിരിക്കണം. വളരെ അപലപനീയമായ, കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു സമീപനം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തുനിന്ന് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള ഉത്തരം നൽകും എന്നത് നിസ്തർക്കമായ വസ്തുതയാണ്. ജനങ്ങളുടെ മുന്നിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, കേരള സംസ്ഥാനത്തിന്റെ തനത് വിഷയങ്ങൾ, കേന്ദ്ര അവഗണന, നമ്മളെ ഭരണഘടനയെ പോലും തകർക്കുന്ന കേന്ദ്ര നിലപാട്, നേരത്തെ മുസ്ലിം മത ന്യൂനപക്ഷത്തിനെതിരായി സ്വീകരിച്ച കടുത്ത നടപടികളുടെ തുടർച്ച, ക്രിസ്തീയ മത ജനവിഭാഗങ്ങൾക്ക് നേരെ കൂടി വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്ന നിയമങ്ങൾ ഇപ്പൊ പാർലമെന്റിൽ വന്നിരിക്കുകയാണ്. അത്തരം വിഷയങ്ങൾ നമുക്ക് സംവാദപരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലെ ന്യൂനപക്ഷ വിരുദ്ധത സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാം, ഭരണ നിലപാടിനെ എതിർക്കാം. പക്ഷേ ഇതുവരെ ആ നിലയിൽ കൃത്യമായി ഇടതുപക്ഷ നിലപാടുകളെ തുറന്നു കാണിച്ച് അതിൻ്റെ പരിമിതി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഈ പ്രതിപക്ഷം പരാജയപ്പെട്ടാണ് അനുഭവം. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ്, സംവാദത്തിനുണ്ടോ? എല്ലാ ദിവസവും ഇവിടെ സംവാദം നടന്നുകൊണ്ടിരിക്കുക. സംവാദമല്ലേ പിന്നെ നടക്കണത്? ഇതെന്താ സതീശൻ വിളിച്ചു വരുത്തി അപ്പുറത്തും കസേരയിലിരുത്തി വർത്താനം പറയലാണോ രാഷ്ട്രീയ സംവാദം? അതിനൊരു അവസരം സതീശൻ കിട്ടിയല്ലോ. നിയമസഭയാണല്ലോ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നടത്തുന്ന സ്ഥലം നിയമസഭയാ, റോഡല്ല. അത് നിയമസഭയിൽ നടത്തിയിട്ടുണ്ട് ഇവിടെ 5 കൊല്ലം. ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സാധിച്ചു. ഈ അവസാന ഘട്ടത്തിൽ സാധിച്ചോ? അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ മുഖ്യമന്ത്രി മറുപടി പറയും എന്ന് പേടിയായിരുന്നു സതീശൻ. മുഖ്യമന്ത്രി മറുപടി പറയും അക്കമിട്ട്. സതീശൻ പറഞ്ഞതിന് അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞതിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയും എന്ന തിരിച്ചറിവിൽ നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ സതീശനാണ് ഇപ്പൊ വലിയ വാക്കിൽ വാചകടിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തേ സതീശൻ അപ്പ പറ്റാഞ്ഞ്? നിയമസഭയിലെ പ്രധാനപ്പെട്ട വേദി, അവിടെയല്ലേ മുഖ്യമന്ത്രി, അവിടെയല്ലേ പ്രതിപക്ഷം? റോട്ടിൽ 2 സ്റ്റേജും കെട്ടിയിട്ട് അപ്പുറത്തും നിന്നിട്ടാണോ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സംസാരിക്കുക? ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ്, ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ മുഖ്യമന്ത്രി കൊണ്ട് ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലല്ലോ. നാട്ടിൽ ജനങ്ങളുടെ മുന്നിലുണ്ട്. എന്തേ? അപ്പൊ തട്ടിപ്പാ പരിപാടി. സൂത്രത്തിലൂടെ രക്ഷപ്പെടാമെന്നാണ്. ആ നിലയിലൊന്നും UDF രക്ഷപ്പെടാൻ പോകുന്നില്ല. UDF ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളുടെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. വർഗീയത ഏറ്റവും വലിയ
വർഗീയ സ്വഭാവമുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സുകാരാണ്. UDFന് BJPക്ക് ഒരു വർഗീയ നിറമുണ്ട്, വർഗീയ നിലപാടുണ്ട്. ഇവരോ എല്ലാ വർഗീയതയുമായി കൂട്ടുകൂടുക. ഏതെങ്കിലും ഒരു വർഗീയതയോട് ഈ കോൺഗ്രസ് കൂട്ടുകൂടാതിരുന്നുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു വർഗീയതയോട്? എല്ലാ വർഗീയതയോടും കൂട്ടുകൂടുക. ഇപ്പൊ തന്നെ ഈ VD സതീശന്റെ മേൽവിലാസം തന്നെ എന്താ? കെയർ ഓഫ് മുസ്ലിം ലീഗ് എന്ന മേൽവിലാസമുള്ള VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടി ആ വർഗീയത ഒന്ന് വിളിച്ചതിന് ശേഷം ഇടതുപക്ഷക്കാരെ നോക്കിയിട്ട് ഇതാ വർഗീയത ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചെലവാകുന്ന കാര്യമല്ല എന്ന് മനസ്സിലായിക്കോളും. CPM-ന്റെ നിലപാട് ഇന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറിന്റെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് പോരെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ വരുന്ന ആൾക്കാർ പറയണോ? CPM ജനറൽ സെക്രട്ടറി രാവിലെ വ്യക്തമാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ CPM നിലപാട് എന്താണ്? പൊതുവായ നിലപാടല്ലേ പാർട്ടിക്കുണ്ടോ? പിന്നെ വീട്ടിൽ ഓരോ സ്ഥലത്തും ഓരോ നിലപാടുണ്ടോ? CPM-ന്റെ നിലപാടില്ല. സംശയം വേണ്ടെന്നേ. ഇന്ത്യയിലെ CPM-ന് ഒരു നിലപാടേ ഉണ്ടാവുള്ളൂ. ആ നിലപാടനുസരിച്ചാണ് പശ്ചിമ ബംഗാളിലും ഞങ്ങള് നയരൂപീകരണം നടത്തുന്നത്. ഉത്തരം പോരെ? അല്ല, ഉത്തരം ഇത് മതി. നിങ്ങൾ എന്തുകൊണ്ടല്ല ഏതാ വേണ്ടത്? ചോദ്യങ്ങള് ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഭയപ്പെട്ട ഒരാൾ ചിരിക്കോ? ഭയപ്പെട്ട ആള് ലാൽഗോള. ഞങ്ങൾ ഒരു സ്ഥലത്തും ഈ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമേ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നണി ഉണ്ടാക്കുള്ളൂ. ഒരു സ്ഥലത്തും ഞങ്ങൾ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഐക്യ മുന്നണിയും SDP ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെ ഞാൻ തെളിവുള്ള നിലപാട് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. ഞാൻ പിന്നെന്താ? നിങ്ങള് എവിടുത്തെ ഞാൻ എന്റെ പാർട്ടിയുടെ പൊതു നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പാർട്ടിയുടെ പൊതു നിലപാട് ഞാൻ പറഞ്ഞ അതാണ് പൊതു നിലപാട്. പിന്നെ നിങ്ങളിപ്പോ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ പറയണം എന്ന് വാശി പിടിക്കും. പിന്നെന്താ? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്നോട് ചോദ്യം ചെയ്ത് നിങ്ങളെ സഹായിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ രാഷ്ട്രീയ നിലപാട് പറയാം.